നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്ക് പൂക്കാനും കായ്ക്കാനും രോഗപ്രതിരോധ ശേഷി കിട്ടാനും അല്ലെങ്കിൽ രോഗങ്ങൾക്കും കീടങ്ങൾക്കും എതിരെ പ്രവർത്തിക്കാനും പറ്റുന്ന ഒരു അത്ഭുത വളം അല്ലെങ്കിൽ മാജിക് വളം എന്ന് പറയാവുന്ന ഒരു വളത്തിനെ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വളമൊക്കെ ഉപയോഗിച്ചിട്ടാണ് കണ്ടോ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തിയായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പയറൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതാ എല്ലാം ഓരോ തണ്ടിലും ഓരോ ഇലയുടെ ഇടയ്ക്കും ഇതാ പൂക്കൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ വെണ്ട നോക്കിക്കുക, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് കണ്ടോ. ബ്രാഞ്ചൊക്കെ വന്ന് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് വാങ്ങുന്ന വളങ്ങൾ ഉപയോഗിക്കാം. അതിന് പുറമെ നമ്മുടെ സീറോ കോസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ചൊക്കെ കൃഷിയേ ഉള്ളൂവെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വളമൊന്നും വാങ്ങാതെ തന്നെ നമ്മുടെ അടുക്കളയിലെ വേസ്റ്റുകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന വളത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഒന്ന് പോയി ആ വീഡിയോ കൂടെ ഒന്ന് കാണണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ഏദൻ തോട്ടത്തിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയറും കൂടെ ചെയ്തേക്കണേ. അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ ഇത് നല്ല വീഡിയോ ആണ്, നല്ല ടിപ്സാണ് പറയുന്നത്, അല്ലെങ്കിൽ നല്ല കൃഷി രീതികളാണ് പറയുന്നത് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്താൽ തുടക്കക്കാരായിട്ടുള്ളവർക്കൊക്കെ ഇത് നല്ല പ്രയോജനപ്പെടും. നിങ്ങൾക്കത് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഒന്ന് ഷെയർ ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക്, ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നിപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിളയാണ് കേട്ടോ. നമ്മൾ മെഴുക്ക് വരട്ടിയായിട്ടും തീയലായിട്ടും അല്ലെങ്കിൽ മീനിലിട്ടും ഒക്കെ വയ്ക്കുന്ന ഒരു കിഴങ്ങുണ്ട്. അതെന്താണെന്നറിയാമോ? അതാണ് കൂർക്ക. അപ്പോൾ കൂർക്ക മീനിലിട്ട് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. അല്ലെ മത്തിയിലും ചെമ്മീനിലും ഒക്കെ ഇട്ട് കൂർക്ക കറി വയ്ക്കാറുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. കുടംപുളിയിട്ട് കൂർക്കയും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ അത് പറഞ്ഞപ്പോൾ തന്നെ നാവിൽ വെള്ളം ഊറുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ടേസ്റ്റിൽ നമുക്ക് മീനൊക്കെ കറി വയ്ക്കാനും അല്ലാതുള്ള കറികളും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂർക്ക നമ്മുടെ അടുക്കള തോട്ടത്തിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഒരു 2-3 തണ്ട് ഇവിടെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആ കൂർക്കയാണ് ഞാനിന്ന് വിളവെടുക്കാൻ പോകുന്നത്. അപ്പോൾ കൂർക്കയുടെ വിളവെടുപ്പിൻ്റെ വീഡിയോയും ഇതിൻ്റെ തണ്ട് നടുന്ന വീഡിയോയുമാണ് ഞാനിന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കൂർക്ക ഇതാ ഞാൻ ഈ ബേസിലാണ് കൂർക്ക നട്ടത്. അതിൻ്റെ ഇടയിൽ വേറെ കളകളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പം ഞാൻ നട്ട കൂർക്ക തണ്ടിൽ കിഴങ്ങുകൾ വല്ലതും ഉണ്ടാകുന്ന നോക്കാം. ഉണ്ടല്ലോ, ഇതാണ്ടോ. വെറുതെ കുറച്ച് കരിയിലയും ചപ്പും ഒക്കെ കൂട്ടി. അയ്യോ ഇതിനകത്ത് നിറച്ചുണ്ട് കേട്ടോ. ഇത് ചെളി ഏത് ഇതാണ് കൂർക്ക കിഴങ്ങ് ഏത് എന്നറിയാൻ പറ്റാത്ത രീതിയിൽ ഇതിനകത്ത് കിഴങ്ങ് നിറഞ്ഞ് കിടക്കുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ നുള്ളിപ്പറക്കി എടുക്കാം. എന്താ കാണാമല്ലോ നിങ്ങൾക്ക് കൂർക്ക കിഴങ്ങുകൾ കിടക്കുന്നത്? കാണിക്കും, കാണുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂർക്ക കിഴങ്ങുകൾ കണ്ടോ. നല്ല വലിയ കിഴങ്ങുകളും ഉണ്ട്, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കിഴങ്ങുകളും ഉണ്ട്. അപ്പം ഞാനിതിൽ എത്രത്തോളം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നുള്ളിപ്പറക്കി എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാമേ. ഇത്രയും കൂർക്കയാണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയത് കേട്ടോ. ഞാൻ വലിയ കെയറൊന്നും കൊടുത്തില്ലായിരുന്നു കേട്ടോ. വെറുതെ ഒരു 2 തലപ്പ് കിട്ടിയതിനെ കൊണ്ടുവന്ന് അതിന് കുറച്ച് മണ്ണുണ്ടായിരുന്നു. നേരത്തെ എന്തോ നട്ടതിൻ്റെ മണ്ണിരുന്നതിൽ കൊണ്ടുവന്ന് വെറുതെ കുത്തി വെച്ചതാണ് കേട്ടോ. ശരിക്കും ആ കൂർക്ക നടേണ്ട രീതിയിലൊന്നും ഞാൻ നടുകയോ അല്ലെങ്കിൽ അത് വള്ളി വളച്ച് വെച്ച് മണ്ണിടുകയോ ഒന്നും ചെയ്തില്ലേ. അപ്പോൾ എന്നിട്ട് തന്നെ നമുക്കിത് ഇത്രയും കൂർക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറുതും വലുതുമായിട്ട് എന്തായാലും ഒരു നേരത്തെ കറിക്കുള്ള കൂർക്കയുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ വേറെ താഴെ നിന്നതിൽ 2-3 കൂർക്ക തലപ്പുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഈ കൂർക്ക നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാമോ? അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഒരു കറിക്ക് കിട്ടിയില്ലേ. അപ്പോൾ ഇനി നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി കൂർക്ക ശരിയായ രീതിയിൽ നടാം. അപ്പോൾ കൂർക്ക എങ്ങനെയാണെന്ന് അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇത് നമ്മൾ കൂർക്ക നേരത്തെ നട്ടിരുന്ന മണ്ണാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ മണ്ണിനെ കംപ്ലീറ്റ് മാറ്റും. അപ്പം നമ്മൾ ഒരു സാധനം നട്ട മണ്ണിൽ അതേ സാധനം നമ്മൾ ഒരിക്കലും വീണ്ടും നടാൻ പാടില്ല. അപ്പം ഞാൻ ഈ മണ്ണിനെ മാറ്റി ഇനി ആ മണ്ണ് ഉപയോഗിക്കുന്നതിന് മുന്നേ അതിൽ കുമ്മായം ചേർത്ത് ട്രീറ്റ് ചെയ്തതിന് ശേഷമേ വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കക്കാപ്പൊടിയോ ഡോളമൈറ്റോ ഒക്കെ ചേർത്തതിന് ശേഷമാണ് പിന്നെ ആ മണ്ണ് ഉപയോഗിക്കുന്നത്.
ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഇതാ, നമ്മൾ എല്ലാവർക്കും ചേർത്ത് ഞാൻ ഈ പറഞ്ഞ വളങ്ങൾ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നതുമായിട്ടുള്ള വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് സംശയമുള്ളവർ ആ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ ആ രീതിയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മണ്ണാണ് ഞാൻ ഇന്നിപ്പം കൂർക്ക നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം ഞാൻ ഇതിനകത്ത് കുറേ അധികം കരിയില അടിയിലിടാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ എന്ത് കൃഷി ചെയ്താലും അടിയിൽ കരിയിലയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അപ്പം നമുക്ക് പലതരത്തിലുള്ള ഉപയോഗമുണ്ട്. നമ്മുടെ ടെറസിൽ ഭാരം കുറച്ച് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ഈ കരിയില പൊടിഞ്ഞ് നല്ല വളമായിട്ട് മാറും. ഇത് ചാക്കിൽ വാരി കെട്ടി വെച്ചിരുന്ന കരിയിലയാണ് കേട്ടോ. അത് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ മണ്ണിൽ ന്യൂട്രിയൻസിൻ്റെ അളവ് കൂടും. അങ്ങനെ പലതരത്തിലുള്ള പ്രയോജനം നമ്മൾ കരിയില ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ചാക്ക് കരിയിലയും ഞാൻ ഇതിലോട്ട് തട്ടി. കരിയില ഒന്നും കളയരുത് കേട്ടോ. എല്ലാവരും ഇതുപോലെ കരിയില അടിയിൽ ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ പൊതയായിട്ട്, ഇപ്പം വേനൽക്കാലമാണ്, ധാരാളം കരിയിലകൾ നമുക്ക് പൊഴിഞ്ഞ് വീണ് കിട്ടുകയും ചെയ്യും. നമ്മുടെ ചെടികളുടെ മൂട്ടിൽ കരിയില അത്യാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പം. നമുക്ക് പൊതയിട്ട് എടുത്താൽ മണ്ണിലെ ഈർപ്പം നമുക്ക് നിലനിർത്താനും കഴിയും. അപ്പോൾ ആ കരിയില ഇത്രയുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ പോട്ടിംഗ് മിക്സ് തട്ടി കൊടുക്കുകയാണ്. കുറച്ച് നാളായി അത് വാരി അതിനകത്ത് വെച്ചിരുന്ന് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് ഇളക്കി ഏകദേശം ഒരു 2 ആഴ്ചയോളം ആയി ഈ മണ്ണ് മിക്സ് ചെയ്ത് അതിൽ വെച്ചിട്ട്. അതാണ് ഇങ്ങനെ ഒന്ന് കട്ട പിടിച്ചത് കേട്ടോ. അപ്പോൾ ആ കട്ടയൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ മണ്ണ് ഇതിലെന്തെങ്കിലും കല്ലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഇളക്കി മാറ്റി കൊടുക്കണം കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ടാങ്കിൽ ഇത് വെള്ളം കുറവായതുകൊണ്ട് ഹോസിൽ കൂടെ വെള്ളം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചെടിച്ചട്ടിയിൽ കോരിക്കൊണ്ട് വന്നിട്ട് ഇതിനെ അങ്ങ് നല്ലതുപോലെ നനച്ച് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് കൂർക്കയുടെ തലപ്പ് ഇതിലോട്ട് നട്ടു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിന് ഇപ്പം നടാൻ പോകുന്ന ഒരു 3 തലപ്പാണ് കേട്ടോ. ഒരിക്കലും കൂർക്കയുടെ കിഴങ്ങല്ല നടിയിൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു കിഴങ്ങ് നട്ടിരുന്നാൽ അതിൽ ധാരാളം വള്ളികളുണ്ടാവും. അപ്പം ആ വള്ളികൾ കട്ട് ചെയ്താണ് നമ്മൾ ഒരു നടിയിൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ചീനിക്കിഴങ്ങിൻ്റെ വള്ളിയല്ലേ നടുന്നത്, അതുപോലെ തന്നെയാണ് കേട്ടോ കൂർക്കയും. അപ്പം ഇതിലിപ്പോൾ ഞാനൊരു 3 തലപ്പ് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ സന്ധ്യാസമയത്താണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഇന്നിപ്പം വെയിലുള്ളൂ അല്ലേ. എന്നാലും ഞാനിതിന് ഒരു നമ്മൾ കരിയില വെച്ചിരുന്ന ചാക്കുണ്ടല്ലോ, ആ ചാക്ക് കൊണ്ട് ഒന്ന് ഇതിനെ അങ്ങ് മൂടി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. പിന്നെ ഇനി ഞാൻ താഴേന്ന് നാളെ കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ ചീമക്കൊന്ന ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് പൊതയിട്ട് കൊടുക്കും കേട്ടോ. അത് ഞാൻ എന്ത് നട്ടാലും അത് ചെയ്യുന്ന പതിവുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരാഴ്ചത്തേക്ക് നല്ല വെയിലായതുകൊണ്ട് തന്നെ ഒരാഴ്ച ഇതിനെ ഒന്ന് മൂടി വയ്ക്കണം. അപ്പോൾ വേര് പിടിച്ച് തുടങ്ങും. വേര് പിടിച്ച് തുടങ്ങുമ്പോൾ കുഴപ്പമില്ല. നമുക്ക് വേണമെങ്കിൽ വൈകിട്ട് ഈ ചാക്കിനെ എടുത്ത് മാറ്റിയിട്ട് രാവിലെ ഈ കനത്ത വെയിൽ വരുന്ന സമയത്ത് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക. പിന്നെ ഇത് തണലത്തോട്ട് വെച്ച് വേര് പിടിപ്പിക്കാൻ പറ്റുമെന്നുള്ളവർ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. നമുക്ക് ഈ വള്ളിയെ കവറിൽ വെച്ച് വേര് പിടിപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൂർക്ക നടുന്നത്. പിന്നെ ഇനി ഇതിന് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം കേട്ടോ. ഈ കൂർക്ക തല വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വരുന്ന വീഡിയോകളിൽ കാണാം. അപ്പോൾ ഇന്നത്തെ കൂർക്ക വിളവെടുപ്പ്, കൂർക്ക കൃഷി എല്ലാവർക്കും കൂർക്ക തലപ്പ് നടുന്ന രീതി മാത്രമേ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇനി അങ്ങോട്ടുള്ള വളപ്രയോഗം എന്ന് പറയുന്നത് പിന്നീടാണ്. അത് നമുക്ക് വരുന്ന വീഡിയോകളിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്.